തൻ്റെ ജയിൽ ജീവിതത്തിൽ ജിൻസന്റെ മനസ്സിൽ കയറിയ ഒരു കുറ്റബോധം, പശ്ചാത്താപം. കണ്ണൂർ ജയിലിലെ ന്യൂ ബ്ലോക്കിലെ തടവുകാരനായിരുന്നു വയനാട് സ്വദേശിയായ ജിൻസൺ. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു അറസ്റ്റിലായത്. തടവറയ്ക്കുള്ളിൽ സഹതടവുകാരോട് പലതും പറഞ്ഞ് വിതുമ്പാറുണ്ടായിരുന്നു. നിരന്തരം കൗൺസിലിംഗ് നടത്തിയിട്ടും രാത്രി പലപ്പോഴും ഉറങ്ങാറേയില്ലായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്താനുള്ള കാരണം പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. മക്കളെ ഓർത്ത് എത്രയോ രാത്രി ഉറങ്ങാതിരുന്നിട്ടുണ്ട്. ഒടുവിൽ ആത്മഹത്യയും നടത്തി. തിങ്കളാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ബ്ലേഡ് പോലുള്ള മൂർച്ചയുള്ള ചെറിയ ആയുധം ഉപയോഗിച്ച് കഴുത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു. സഹതടവുകാർ അറിയാതിരിക്കാൻ പുതപ്പുകൊണ്ട് മൂടിക്കിടന്നു. പുലർച്ചെ 5:55 തടവുകാരെ പുറത്തുവിടുന്ന സമയത്താണ് ജിൻസൺ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീവനുണ്ടായിരുന്നുവെന്ന് ജയിൽ അധികൃതർ പറയുന്നു. സെൻട്രൽ ജയിലിലെ പുതിയ ബ്ലോക്കിലാണ് ജിൻസനെ പാർപ്പിച്ചിരുന്നത്. ബ്ലേഡ് പോലുള്ള ചെറിയ ആയുധം ഉപയോഗിച്ചാണ് ആത്മഹത്യ ചെയ്തത്. പോലീസ് പറയുന്നത് ഇങ്ങനെ: സെല്ലിൽ ഇത്തരത്തിലുള്ള ആയുധം എങ്ങനെ എത്തിയെന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ ചെറിയ ആയുധം ഉപയോഗിച്ചാണ് സെല്ലിന്റെ അഴി മുറിച്ചു മാറ്റി രക്ഷപ്പെട്ടത്. ആത്മഹത്യയ്ക്ക് ഉപയോഗിച്ച ആയുധം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇത് ദുരൂഹമായി തുടരുന്നു. മികച്ച ചിത്രകാരനായിരുന്നു ജിൻസന്റെ ചിത്രപ്രദർശനം നടത്താനൊരുങ്ങവെയാണ് ആത്മഹത്യ. ടൗൺ പോലീസ് ജയിലിലെത്തി CCTV ഉൾപ്പെടെ പരിശോധിച്ചു. പക്ഷേ തെളിവൊന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മെയ്യിലാണ് കൊണ്ടുവന്നത്. ഇതിനു മുൻപ് 2 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുമുണ്ട്. ജയിൽ അധികൃതർ തന്നെ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. തുടർച്ചയായി കൗൺസിലിംഗ് കൊടുത്തിരിക്കുകയായിരുന്നു. ആത്മഹത്യ ചെയ്ത ബ്ലോക്കിൽ 150ഓളം തടവുകാരുണ്ട്. ഇത്രയും പേരുണ്ടായിട്ടും ഒരു ഞരക്കം പോലും അറിഞ്ഞിട്ടില്ല എന്നത് തടവുകാർ പറയുമ്പോൾ അത് ആശ്ചര്യപ്പെടുത്തുന്നു. ഭാര്യയെ കൊന്ന കേസിലെ പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴുത്തറത്ത് ആത്മഹത്യ ചെയ്തത് ഓർമ്മിപ്പിക്കുന്നത് ആ വിശുദിന ക്രൂരതയാണ്. പുലർച്ചെ 5:30യോടെയാണ് കഴുത്തറത്ത് മൂർച്ചയുള്ള ചെറിയ ആയുധം ഉപയോഗിച്ച് കഴുത്തറുത്തത്. മുറിയിൽ നിന്ന് കൈകൊണ്ട് രക്തം ഞെക്കിക്കളയുകയായിരുന്നുവെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വിഷുവിനാണ് ജിൻസൺ ഭാര്യയെ കൊലപ്പെടുത്തിയത്. മക്കളെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു കൊലപാതകം. അതിനുശേഷം ഇയാൾ ആത്മഹത്യാ ശ്രമവും നടത്തിയിരുന്നു. ജല അതോറിറ്റിയിലെ പടിഞ്ഞാറത്തറയിലെ പ്ലംബിംഗ് ജീവനക്കാരനായിരുന്നു ജിൻസൺ. ജിൻസനാണ് ജീവനൊടുക്കാൻ ആ ചെറിയ ആയുധം എങ്ങനെ കിട്ടിയെന്നുള്ള ഉയരുന്ന ചോദ്യം. കണ്ണൂർ ജയിലിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന തെളിവ് ഇതിന് സംഭവമാണ്. ചിത്രകാരനായിരുന്നു ജിൻസൺ. നിരവധി ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്തതിന് തൊട്ട് മുൻപും ചിത്രപ്രദർശനം നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു. ഏപ്രിൽ 14 രാത്രി ഭാര്യ ലിഷിയെ കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതോടെയാണ് ആശുപത്രിയിലായത് എന്നത് ഇന്നും ഓർത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണെന്ന് തന്നെ കൃത്യമായി പറയാൻ സാധിക്കുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.